അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ഒരാശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം ലഭിച്ച സർവേശ്വരനായ പടച്ച തമ്പുരാൻ സർവ്വസ്തുതികളും. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തുമുള്ള പ്രധാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹു ബറക്കത്തിലാക്കി തന്നിരിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്നിരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, തമ്പലീനിൽ നമ്മൾ ഇന്ന് കണ്ടതുപോലെ തന്നെ ഒരു അത്ഭുതകരമായ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആരാണ് മലക്കുകൾ? ആ മലക്കുകൾ ഒരു ദിവസത്തിൽ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്ന 5 ബാധ്യതകളുണ്ട്, 5 കടമകളുണ്ട്. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരാണ് മലക്കുകൾ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മലക്കുകൾ. അവർക്ക് തിന്നലില്ല, കുടിക്കലില്ല, ഉറങ്ങലില്ല, ദാമ്പത്തിക ജീവിതങ്ങളിൽ ഒന്നുമില്ല. സദാസമയം അള്ളാഹുവിന് ഇബാദത്ത് അർപ്പിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു കടമയും അവർക്കില്ല. അവർ നിർബന്ധമായും അള്ളാഹുവിനോട് ഇബാദത്തുകൾ മാത്രമാണ് ചെയ്യാറ്. വേറെ ഒന്നും അവർക്ക് ഡ്യൂട്ടി ഇല്ല. അങ്ങനെയുള്ള മലക്കുകൾ, ആ മലക്കുകൾ പ്രധാനികളായ മലക്കുകളാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകൾ 4 ഖലീഫമാരെ പോലെയാണെന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുക. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങൾ, അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹും, ഈ 4 പേരെ പോലെയാണ് 4 ഖലീഫമാർ. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. ഈ മലക്കുകൾ, ഈ പ്രധാനപ്പെട്ട മലക്കുകളാകുന്ന ഈ മലക്കുകളും അല്ലാതെ മലക്ക് വിഭാഗങ്ങളിൽപ്പെട്ട മലക്കുകളും മനുഷ്യന് വേണ്ടി ചെയ്യുന്ന 5 കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയാണ്, ഓരോ മനുഷ്യർക്ക് വേണ്ടിയും 5 കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് മലക്കുകൾ ചെയ്യുകയാണ്. ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് വേഗം പറഞ്ഞു പോവുകയാണ്. ഈ 5 കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ നല്ല ആഖിബത്തും നല്ല ഖബർ ജീവിതവും നല്ല സ്വർഗ്ഗവും അള്ളാഹു നമുക്ക് തരുമെന്ന് ഉറപ്പാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത്, മലക്കുകൾ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ആരംഭപ്പൂവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ നന്മയും തിന്മയുമായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നന്മ പറയട്ടെ, നന്മ തിന്മ എന്ത് കാര്യം പറഞ്ഞാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെന്താ? നിങ്ങളുടെ മേൽ നിരീക്ഷകരുണ്ട്, മാന്യരായ എഴുത്തുകാരായ മലക്കുകളുണ്ട്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ അറിയുന്നു എന്ന സൂറത്തുൽ ഇൻഫിത്താറിലൂടെ അള്ളാഹു പറയുകയാണ്. ഇല്ലേ? വമൻ യഅമൽ മിസ്കാലു ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാലു ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താലും അത് മലക്കപ്പ രേഖപ്പെടുത്തും. അവിടെയാണ് മലക്കുകൾ, നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്ക് നമ്മുടെ കൂടെയുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ എഴുതാൻ മലക്കുകൾക്ക് പ്രേരണ കൊടുക്കാൻ, നന്മകൾ എഴുതുന്ന മലക്കുകൾക്ക് ഡ്യൂട്ടി കൂടുതൽ കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മലക്കുകൾ ഒന്നാമത് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം നന്മയും തിന്മയും രേഖപ്പെടുത്തുമെന്നാണ്. അള്ളാഹു നന്മകൾ അധികമായി രേഖപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തത്, മനുഷ്യന് വേണ്ടി ചെയ്യുന്ന കാര്യം, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രഭാതത്തിലും പ്രദോഷത്തിലും മലക്കുകൾ മാറി മാറി വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും നിങ്ങളിലേക്ക് മാറി മാറി വരുന്നു. അവർ ഫജ്റിലും അസ്റിലും ഒരുമിക്കുന്നു എന്ന് ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ ഇതിനർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാവുക. രണ്ടാമത്തത്, അസ്ർ നമസ്കാരവും കൃത്യമായി നിർവഹിക്കുന്നവർ എന്ന് കരുതി 2 നിസ്കരിച്ചാൽ മതി എന്നർത്ഥമില്ല. പ്രഭാതത്തിലെ മലക്കുകൾ രാവിലെ സുബഹിന്റെ സമയത്തിന് ഇറങ്ങി വരിക, കൃത്യമായി സുബഹി നമസ്കരിക്കുന്നവരാവുക. ളുഹർ നമസ്കരിക്കുക, അസ്ർ നമസ്കരിക്കുക. ആ അസ്റിന്റെ സമയത്താണ്, അതല്ല അസ്ർ കഴിഞ്ഞ് മഗ്രിബിന്റെ സമയമാണ് മറ്റൊരു അഭിപ്രായമുണ്ട്. എന്തായാലും പ്രഭാതത്തിലും പ്രദോഷത്തിലും മലക്കുകൾ മാറി മാറി വരുന്നുണ്ട്. ഈ 2 മലക്കുകൾക്കും അൽഹംദുലില്ലാഹ് തൃപ്തിയാകുന്ന രീതിയിൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമായാൽ ആ മലക്കുകളുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടും. എന്നാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാതത്തിലെ മലക്കുകളുടെ ലിസ്റ്റിലും നമ്മുടെ പേരുണ്ടാകണം, വൈകുന്നേരത്തെ മലക്കുകളുടെ ലിസ്റ്റിലും നമ്മുടെ പേരുണ്ടാകണം. എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗം വാജിബാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് നബി തങ്ങൾ പറയാണ്, മനുഷ്യന് വേണ്ടി മലക്കുകൾ ചെയ്യുന്ന 3ാമത്തെ കാര്യം ഏതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ വിശ്വാസികൾക്ക് വേണ്ടി, മനുഷ്യ
മനുഷ്യന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം തന്റെ സഹോദരന് വേണ്ടി അവൻ അറിയാതെ ദുആ ചെയ്താൽ അതിന് ആമീൻ, നിനക്കും അതുപോലെ ലഭിക്കട്ടെ എന്നും മലക്ക് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത് അല്ല, പടച്ചവനെ എന്നെപ്പോലെ എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാർ, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഈ പദം നമ്മുടെ ദുആയിൽ പറഞ്ഞാൽ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ വിശ്വാസിനികളുടെ അമലുകളുടെ പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വാക്ക്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഒന്നാലോചിച്ച് നോക്കി, എത്ര പ്രതിഫലമാണ് നമ്മളെല്ലാവർക്കും. ഇനി അതറിയില്ല, മലയാളത്തിൽ പടച്ചവനെ ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, ലോക മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ, മുസ്ലിം സഹോദരങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. അള്ളാഹു പ്രളയമാണ്, മഴക്കെടുതിയാണ്. അള്ളാഹു അതിൽ കഴിയുന്നത് എല്ലാ സഹോദരങ്ങൾക്കും, ജാതി മത ഭേദമന്യ മുഴുവൻ ആളുകൾക്കും നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ, കാവല് കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാൻ, നമുക്ക് ആമീൻ പറയാൻ മലക്കുകൾ അല്ലാഹ് കാവൽ നിർത്തുന്നതാണ്. അപ്പൊ മൂന്നാമത് നമുക്ക് ചെയ്യുന്നത് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളെക്കാളും മറ്റുള്ളവർ നന്നായി പോകുമോ എന്നുള്ള ചിന്ത വേണ്ട. അതുപോലെ നാലാമത്തെ മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, സ്വതക്ക ചെയ്യുന്നവർക്ക് അനുഗ്രഹത്തിനായി ദുആ ചെയ്യും. ഓരോ നിബിധങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ, ഓരോ ദിവസം 2 മലക്കുകൾ ഇറങ്ങി വരും. ഒരാൾ പറയും, പടച്ചവനെ ചിലവഴിക്കുന്നതിന് പകരം നൽകണം. മറ്റേ ആൾ പറയും, പിടിച്ചു വെക്കുന്നവനെ സമ്പത്ത് നശിപ്പിക്കണേ അല്ലാഹ്. മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ്. നാലാമത് ചെയ്യുന്നത്, സമ്പത്ത് പിടിച്ചു വെക്കുന്നവൻ സ്വതക്ക കൊടുക്കൂല, അല്ലാഹ് ഇവന്റെ സമ്പത്ത് നശിപ്പിക്കണേ അല്ലാഹ്. ആരാ ദ്വാരക്കണേ? പള്ളിയിലെ ഇമാമോ ആരുമല്ല, നമ്മുടെ മക്കളോ ഭാര്യയൊന്നും, മലക്കുകൾ ദ്വാരക്കും. സ്വതക്ക കൊടുത്താൽ പടച്ചവനെ ഇവന്റെ സമ്പത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, 5ാമത് മനുഷ്യന് വേണ്ടി മലക്കുകൾ ചെയ്യുന്ന കാര്യം, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളെ തേടി നടക്കുമെന്നാണ്. അങ്ങനെ തേടി നടന്ന് ഇൽമ കേൾക്കുന്നവരെ മലക്കുകൾ കണ്ടാൽ ചിറക് വിരിച്ച് റഹ്മത്തിന്റെ തണൽ അവർക്ക് ഇട്ടുകൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ ദിവസവും രാവിലെ 6 മണിയാകുമ്പോൾ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ആകും. അൽഹംദുലില്ലാഹ്, എത്ര 100 കണക്കിന് ഉമ്മമാരാണ് അത് കേൾക്കുന്നത്. നിങ്ങൾക്ക് റഹ്മത്തിന്റെ മലക്കുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന മനോഹരമായ ഒരു ചാനൽ, അതിലൂടെ മുൻഗാമികളുടെ ജീവിത ചരിത്രം കുറഞ്ഞ സമയത്തിന് മനസ്സിലാക്കുന്ന ഒരു ചരിത്ര പഠനം. അപ്പോഴും മലക്ക് നിങ്ങൾക്ക് വേണ്ടി ദുആരക്കും. അതോടൊപ്പം തന്നെ ഈ ചാനൽ തന്നെ അൽഹംദുലില്ലാഹ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ദിക്റിന്റെ ദുആയുടെ സ്വലാത്തിന്റെ ഒരു മജ്ലിസ്, അപ്പോഴും മലക്ക് നിങ്ങൾക്ക് വേണ്ടി ദുആരക്കും. രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട് ആ ചാനലിലൂടെ. ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര്. അതിലൂടെ തിബ്ബു സ്വലാത്തുൽ അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലി ചെയ്യുന്ന ഒരു ആത്മാർത്ഥമായ ദിക്റിന്റെ ദുആയിന്റെ ഇൽമിന്റെ സദസ്സ്, അപ്പോഴും മലക്ക് ദുആരക്കും. എത്ര സൗഭാഗ്യമുള്ള തന്നെ. അപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാഹ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലും, ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ചാനലും, അതുപോലെ ബദറിൻ തീരം ആത്മീയ മജ്ലിസ്, ഈ 3 ചാനലുകളും നിങ്ങൾ ഏറ്റെടുക്കുന്നവരാവുക. അതിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തികൾ മലക്കുകൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ അവസ്ഥകൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാവുക, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാവുക. ആ മലക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ നന്മയായ മലക്കുകൾ രേഖപ്പെടുത്തുന്നവാകട്ടെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ദുആ ചെയ്യുന്ന മനസ്സ് നമ്മളുണ്ടാവുക. പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുക. അതുപോലെ സ്വതക്ക അധികരിപ്പിക്കുക. ദിക്ർ ചെയ്യുന്ന സദസ്സുകളെ, ഇൽമ കേൾക്കുന്ന സദസ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിനാൽ നമ്മുടെ ഓരോ ദിവസവും അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന, പൊരുത്തം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമെന്നാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഗണത്തിൽ ഈ 5 കാര്യങ്ങളും മലക്കുകൾ ചെയ്യുമ്പോൾ 5ലും നമ്മുടെ ലിസ്റ്റ് വരാൻ, നമ്മുടെ പേര് വരാൻ അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ദുആരക്കണം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തുള്ള പ്രധാനിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.